ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വെച്ച ഒരു സാധനം, അതാണ് ക്യാമറ. ആ ക്യാമറ തന്നെ ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോയൊരു സിറ്റുവേഷനാണ് നമ്മൾ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നൊരു വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ ന്യൂസ് കാണാത്തവർക്ക് വേണ്ടി ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ട് വെള്ളം എടുക്കുന്ന പൈപ്പ് മിക്ക സമയങ്ങളിലും കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഒരു കള്ളൻ്റെ വിനോദമായിരുന്നു. അതുപോലെ തന്നെ മുറ്റത്തുണ്ടായിരുന്ന ഒരു ബൈക്ക് ഒരു ദിവസം മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ നമുക്കറിയാം ഇടുക്കി ഏരിയയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ചെങ്കുത്തായ ഇറക്കമായിരിക്കും. അപ്പോൾ അവിടെ നല്ലപോലെ പുല്ലും ഉണ്ടായിരുന്നു. ആ പുല്ലിൽ തെന്നിയിട്ട് ആ ഒരു കള്ളൻ വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ബൈക്ക് അവിടെ വീണ ഒച്ച കേട്ടുകൊണ്ട് വീട്ടുകാർ വന്നിട്ട് ആ ബൈക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചു. എന്തായാലും അന്ന് ആ ഒരു ബൈക്ക് മോഷണം നടത്താൻ വേണ്ടി ശ്രമിച്ചത് എന്തായാലും ആ ഒരു ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഗൃഹനാഥൻ ആ വീട്ടിലൊരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ കള്ളൻ ഒന്നില്ലെങ്കിൽ അത് കണ്ടിട്ട് വരാതിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ കള്ളനെ പിടിക്കാം എന്നുള്ളതായിരുന്നു ധാരണ. പക്ഷേ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഈ കള്ളൻ ആ വീട്ടിൽ കയറിയിട്ട് ആ ക്യാമറ തന്നെ എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി. ആ ക്യാമറയിലേക്ക് പോകുന്ന ആ ഒരു കേബിള് വലിച്ചു പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ് ആ ഒച്ച കേട്ടിട്ടാണ് ഈ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇറങ്ങി വരുന്നതും ഈ കള്ളനെ ഓടിക്കുന്നതും. എന്തായാലും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഇത് ഒരാൾക്ക് നടന്നൊരു സംഭവമാണ്. നമ്മൾ ആരായാലും ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ അയലോക്കക്കാരുടെ അടുത്തുനിന്ന് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളോ നമ്മുടെ ഫാമിലി പ്രശ്നങ്ങളോ മറ്റ് വഴിത്തർക്കങ്ങളോ എന്തോ ആയിക്കോട്ടെ, ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു സൊല്യൂഷനായിട്ടാണ് ആക്ച്വലി ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് വരുന്നത്. പക്ഷെ നമ്മൾ റൈറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെ കോൺടാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അത് നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹം ഈ വീട്ടിൽ വെക്കേണ്ടിയിരുന്നത് ഇതുപോലെയുള്ളൊരു അനലോഗ് ക്യാമറ സിസ്റ്റം ആയിരുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് വീഡിയോ കാസറ്റുകളും ഓഡിയോ കാസറ്റുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ടേപ്പ് റെക്കോർഡറൊക്കെ വെച്ചിട്ട് നമുക്കറിയാം ഒട്ടുമിക്ക വീടുകാരും, ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരും ഇതേപോലെ ഒരു കലത്തിനകത്ത് സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് വീട്ടിലൊക്കെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പുതിയൊരു വാവാ സുരേഷിൻ്റെ ഭാഷയിൽ പറഞ്ഞ പുതിയൊരു അതിഥി കടന്നു വരുന്നത്, നമ്മുടെ CD അല്ലെങ്കിൽ DVD. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലും കോളേജിലൊക്കെ ആ ഒരു സംസാരം തന്നെയായിരുന്നു. ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ ഈ സാധനം വീട്ടിൽ മേടിച്ചേക്കുന്ന ആൾക്കാർ വളരെ നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറയുന്നതും. അങ്ങനെ ഈ ഒരു സമയത്താണ് ചൈനയുടെ വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാകുന്നതും 2500 രൂപയ്ക്ക് CD പ്ലെയർ വരുന്നതും. അങ്ങനെ ഒരു CD പ്ലെയർ ഞാനും എൻ്റെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു. വളരെ നല്ല അടിപൊളിയായിട്ട് പാട്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അന്ന് ആ കാസറ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുമായിട്ടുള്ള കമ്പാരിസണിൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം, വളരെയധികം മെച്ചപ്പെട്ട ക്വാളിറ്റി. അതായത് നമുക്ക് ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ബാസ് കേൾക്കാം, അതുപോലെ തന്നെ ആ പാടുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് നല്ലൊരു ട്രിബിള് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിൽ 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 എന്നുള്ള ഒരു സൗണ്ട് എല്ലാം പക്ക നല്ല ക്ലിയർ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ DVD CD പെൻഡ്രൈവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ എത്തി നിൽക്കുവാണ്. അപ്പോൾ ഈ CD DVD അതുപോലെയുള്ള പെൻഡ്രൈവുകളൊക്കെ വന്നപ്പോഴത്തേക്കും ആ ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി, നല്ല ക്വാളിറ്റി ഉള്ള ടെക്നോളജി. അതേസമയം നമ്മുടെ പണ്ടത്തെ ആ അനലോഗ് സംഭവമാണ് ഈ പറയുന്ന കാസറ്റുകൾ. നമ്മളത് എന്നേ ഉപേക്ഷിച്ചു. ഇപ്പോഴും നമ്മൾ ചില ആളുകളൊക്കെ അത് ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. ചില വിൻറ്റേജ് സാധനങ്ങളോടുള്ളൊരു പ്രേമം കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് അവർ ഇപ്പോഴും കാസറ്റുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതാരും തന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ച് വയ്ക്കുന്നില്ല. അതിനൊരു ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷേ എന്നാലും നമുക്കത് കേൾക്കാൻ വേണ്ടിയിട്ടും അതിനെപ്പറ്റി അതിൻ്റെ ആ ഒരു പഴയ ഗ്രഹാതുരത്വത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു കൊതി കൊണ്ട് നമ്മളതെല്ലാവരും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പാട്ടൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പെൻഡ്രൈവ് കുത്തിയിട്ട് നമ്മൾ കേൾക്കണം, അല്ലേ? ഇപ്പോൾ പല ആളുകളും ഈ പഴയ കാസറ്റ് പ്ലെയറിലേക്ക് ഈ പെൻഡ്രൈവ് കുത്താനുള്ള ഓപ്ഷൻസൊക്കെ ചെയ്തെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ക്വാളിറ്റിയാണ് ലക്ഷ്യം വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിജിറ്റൽ ടെക്നോളജിയാണ് നോക്കേണ്ടത്. അതായത് നമ്മുടെ IP ക്യാമറകൾ, വയർലെസ് ക്യാമറകൾ, ഇതെല്ലാം ഡിജിറ്റൽ ടെക്നോളജിയാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ടെക്നോളജി, നമ്മുടെ ആ പണ്ടത്തെ കാലഘട്ടത്തിലെ ആ ഒരു ടെക്നോളജി, ആ കാസറ്റ് ടെക്നോളജിയാണ് അനലോഗ് ടെക്നോളജി പറയുന്നത്. അത് ഇപ്പോഴും നമ്മൾ അനലോഗ് ക്യാമറകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പരിതാപകരമായ സിറ്റുവേഷനാണ്. കാരണം 2000-ലൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ട ആ ഒരു കാര്യം 25 കൊല്ലത്തോളം കഴിഞ്ഞിട്ട് നമ്മളത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മലയാളികളുടെ ചീപ്പ് ക്വാളിറ്റിയോടുള്ള സ്നേഹം.
അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പം നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ അനലോഗ് ക്യാമറയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ 4 MB ആണ് ഏറ്റവും മിനിമം ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 MB ക്യാമറകളും 4 MB ക്യാമറകളൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഈ IP ക്യാമറകൾക്ക് വില കുറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇരട്ടിയോളം വില വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ആളുകളും ഈ പഴയ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്നോട് ചിലപ്പോൾ ചോദിച്ചേക്കാം, നീ ഞങ്ങൾക്ക് മേടിക്കാനുള്ള കാശും കൊണ്ട് വരുമെന്ന്. ഇപ്പം നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ TV അല്ലെങ്കിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ റേഡിയോ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളെ പോലെയല്ല നമ്മുടെ ക്യാമറ എന്ന് പറഞ്ഞാൽ. ക്യാമറ എന്നാൽ ഒരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റമാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവനും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനും നമ്മുടെ സ്വത്തിനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും നല്ലൊരു സെക്യൂരിറ്റി. അതിനകത്ത് പോയിട്ട് നമ്മൾ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സാധനം എടുക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഒരു 25,000-30,000 രൂപയെങ്കിലും മുടക്കിയെങ്കിൽ മാത്രമാണ് ഒരു അനലോഗ് ക്യാമറ സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഒരു 15,000 രൂപ കൂടെ നിങ്ങൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആയുഷ്കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയാണ് നിങ്ങൾ എന്നാലും പർച്ചേസ് ചെയ്യണം. അല്ലാതെ കഴിഞ്ഞ 25 കൊല്ലം മുമ്പുള്ള ആ ഒരു ടെക്നോളജി അല്ല. അപ്പോൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ചേട്ടൻ്റെ, ഇടുക്കിയിലെ ചേട്ടൻ്റെ ആ അനലോഗ് ക്യാമറ ആയിരുന്നു അല്ലേ. അനലോഗ് ക്യാമറ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ കേബിൾ വലിച്ച് പൊട്ടിക്കണ ഒച്ച കേട്ടിട്ട് എഴുന്നേക്കേണ്ടി വന്നത്. ആ കത്രികയും കൊണ്ടാണ് ആ കള്ളം വന്നായിരുന്നെങ്കിൽ, ഒരു കത്രികയായിട്ട് ആ കള്ളം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കേബിൾ പൊട്ടിക്കുന്ന ഒച്ച പോലും അദ്ദേഹം കേൾക്കത്തുമില്ലായിരുന്നു. വേണമെങ്കിൽ ആ ക്യാമറ എടുത്തുകൊണ്ട് പോവും, ആ ക്യാമറ എന്തായാലും കൊണ്ടുപോകും. പിന്നെ അതേപോലെ വീടിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിലിയർ ആയി പോയിട്ടുണ്ടായിരുന്ന ആ ബൈക്കുമായിട്ട് ചിലപ്പോൾ ആ കള്ളം പോയേനെ. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നഷ്ടം എത്ര വലുതായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാവശ്യം മുടക്കുന്ന ഒരു കാര്യമാണ്. ഈ അനലോഗ് ക്യാമറ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് പോരാ, ഇതിൻ്റെ ക്വാളിറ്റി പോരാ. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോലെയാണ് അനലോഗ് ക്യാമറകളുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ തിരയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ക്യാമറ എവിടെ ഉണ്ടായിരുന്നു, ക്യാമറ കള്ളം കൊണ്ടുപോയിട്ടില്ലായിരുന്നു, വണ്ടി എടുത്തുകൊണ്ട് പോയെങ്കിലോ. ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന വീഡിയോ ഒന്ന് തിരഞ്ഞു നോക്കും. തിരഞ്ഞു നോക്കിയിട്ട് ഹെൽമെറ്റ് വെച്ച് വന്ന ആ ഒരു കള്ളനെ എന്നാ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പോലീസുകാർ കുറേ നാൾ നോക്കേണ്ടി വരും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ആ ബൈക്ക് അങ്ങ് പോവുകയും ചെയ്യും അല്ലേ. പക്ഷേ അതേസമയം ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു മൊമെൻറ്റിൽ അപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധിക്കുമോ? അവിടെയാണ് പ്രാധാന്യം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത്. ഇപ്പം AX ഹൈബ്രിഡ് പ്രോ എന്ന് പറയുന്ന സിസ്റ്റം, നെക്സ സിസ്റ്റം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് സെൻസറുകൾ വരുന്നത് നമ്മുടെ വീട്ടിൽ ഒരു 12 മീറ്റർ ചുറ്റളവിൽ ഒരുത്തം കയറിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങളുടെ ഫോണിലേക്ക് അലർട്ട് വരും, വീട്ടിൽ അലാം അടിക്കും. അതുപോലെ തന്നെ പോലീസിലേക്ക് മെസ്സേജ് പോകണമെങ്കിൽ അങ്ങനെ പോകും, നിങ്ങളുടെ റിലേറ്റീവിന് മെസ്സേജ് കോൾ പോകണമെങ്കിൽ അങ്ങനെ പോകും, നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും. നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അലാം സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു IP ക്യാമറയാണ് വെച്ചേക്കണമെങ്കിലോ ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആ ക്യാമറയ്ക്കുള്ളിൽ വരുന്നുണ്ട്. ഹിക്വിഷൻ്റെയൊക്കെ ആണെങ്കിൽ അക്യൂസെൻസ് എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംഭവം. അതായത് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ഒരു വ്യക്തി കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കുന്ന സമയത്തിലാണ് അത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ഇൻസിഡൻറ്റ് നടക്കണമെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് അലേർട്ട് വരികയാണ്, കോൾ വരികയാണ്, കോളല്ല നോട്ടിഫിക്കേഷൻ വരുവാണ്. ഇനി വീട്ടിലൊരു അലാം അടിപ്പിക്കണമെങ്കിൽ അതും നടക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്നവർക്കാണെങ്കിലും നല്ല സുരക്ഷയായിരിക്കും. അങ്ങനെയുള്ളൊരു കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇതേപോലുള്ള എന്തെങ്കിലും അഡ്വൈസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പറാണ് താഴെ കൊടുത്തേക്കണത്. നമ്മളെടുക്കുന്ന തീരുമാനം എപ്പോഴും കറക്റ്റ് ആയിക്കോണമെന്നില്ല. നമ്മൾ സ്വയം തീരുമാനം എടുക്കാതെ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടൊരു തീരുമാനം എടുക്കാൻ നോക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.